സത്യവിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാൻ മാസം പൂർത്തിയാക്കി ഈ ചെറിയ പെരുന്നാളിൻ്റെ നമസ്കാരവും പൂർത്തിയാക്കി നമുക്ക് ഈ ഖുതുബ ശ്രവിക്കാനുള്ള വലിയൊരു തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നൽകുന്ന ഓരോ നിഅമത്തുകൾക്കും ഒരുപാട് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ വിശ്വാസികൾ ഓരോരുത്തരും. ഇതൊക്കെ നമുക്ക് കിട്ടിയ വലിയ അവസരങ്ങളാണ്. നമുക്ക് മുമ്പേ കടന്നുപോയ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടതും നമുക്ക് ലഭിച്ചതുമായ അനുഗ്രഹമാണ് ഈ ഓരോ നിമിഷങ്ങളും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയേറെ നന്ദിയോടെയും സ്മരണയോടെയും കഴിച്ചുകൂട്ടേണ്ട നിമിഷങ്ങൾ കൂടിയാണ് ഈ പെരുന്നാളിന്റെ സുദിനം എന്നുള്ളത്. പെരുന്നാളിന്റെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് പെരുന്നാൾ നമസ്കാരത്തോടെയാണ്. പെരുന്നാൾ നമസ്കാരം, അൻപരക്കാത്ത നമസ്കാരവും അനുബന്ധമായി വരുന്ന ഒരു വിസ്തൃതമായ പ്രഭാഷണം കൂടി ചേരുമ്പോഴാണ് ഈ പെരുന്നാൾ നമസ്കാരത്തിന് പോലും പൂർത്തീകരണം ഉണ്ടാവുക, നമ്മുടെ ആഘോഷങ്ങൾക്ക് ഭംഗിയുണ്ടാവുക, ആരംഭം കുറിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹ്രസ്വമായ ഉപദേശം എന്നുള്ളത്, ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം മുസ്ലിം സമുദായം പിന്നിട്ടുപോയ, മുസ്ലിം പൊതുസമൂഹം കടന്നുപോയ ചില സുപ്രധാനമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകളും ചില ഓർമ്മപ്പെടുത്തലുകളുമാണ് ഈ ഖുതുബയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിനം സഹാബാക്കളോട് സഗൗരവം പറഞ്ഞ ഒരു ഹദീസുണ്ട്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ ശുർബിഹി വമുആഫൻ ഫീ ജസദിഹി വലഹു ഖൂതു യൗമിഹി കഅന്നഹു ഹീസത് ലഹു ദുനിയ. ഒരു മനുഷ്യൻ നേരം വെളുപ്പിക്കുമ്പോൾ ആ മനുഷ്യന് കഴിക്കാനുള്ള ആഹാരമുണ്ട്, അന്നേ ദിവസം കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്, സമാധാനമുള്ളൊരു കുടുംബവുമുണ്ട് എങ്കിൽ ഈ ലോകം തന്നെ അടക്കി വാഴുന്ന ചക്രവർത്തിയെ പോലെയാണ് ആ മനുഷ്യനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലളിതമെന്ന് തോന്നാമെങ്കിലും വളരെ അർത്ഥഗർഭമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശമാണിത്. ഒരു മനുഷ്യൻ എന്താണ് വേണ്ടത് എന്ന്, ഇന്ന ദിവസത്തിൽ ഈ ദിവസം നമുക്ക് കഴിക്കാനുള്ള ആഹാരം കൈവശമുണ്ടോ, ആരോഗ്യമുള്ളൊരു ശരീരം നമുക്കുണ്ടോ, സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം നമുക്കുണ്ടോ, നമ്മൾ ചക്രവർത്തിമാരെ പോലെ ജീവിക്കേണ്ടവരാണ് എന്ന റസൂൽ പഠിപ്പിക്കുന്നത്. അത്രയും അനുഗ്രഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ അതിൽ കൂടുതൽ നമുക്ക് എന്തുണ്ടെങ്കിലും നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് എന്തുറപ്പുള്ളത്? പക്ഷെ മനുഷ്യന് മതിയാവുന്നില്ല, നമുക്കും മതിയാവുന്നില്ല. നമ്മൾ അത്യാവശ്യം കൊണ്ട് ദുനിയാവിന് പിറക്കെ പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലൊന്നും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് സങ്കടകരമായ യാഥാർത്ഥ്യമാണ് ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ മുസ്ലിം സൊസൈറ്റി, മുസ്ലിം പൊതുസമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ അടിവേരെന്നുള്ളത് മനുഷ്യന്റെ ഈ തൃപ്തിയില്ലായ്മയാണ്. ഒന്നും തൃപ്തനല്ല. അത്യാർത്ഥം കൊണ്ട് ദുനിയാവിന്റെ ഈ പച്ചപ്പിന് പിറകെ മനുഷ്യൻ നടത്തുന്ന കിടമത്സരങ്ങളാണ് ഇന്ന് ഈ സമൂഹത്തിൽ സർവ്വവ്യാപിയായി നാശം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിടയിൽ നടക്കുന്ന ആത്മഹത്യാ പ്രവണതകൾ, നമുക്കിടയിൽ നടക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ, നമുക്കിടയിൽ നടക്കുന്ന ചതികൾ, വഞ്ചനകൾ, ഇതിനൊക്കെ മൂല കാരണം എന്താണ്? മനുഷ്യന്റെ അടങ്ങാത്ത ദാഹം, പണത്തിനോടുള്ള മോഹമാണ്. നമ്മൾ ഇന്ന് കാണുന്ന നിലയിൽ ഇപ്പോൾ ഒരുപാട് ജീവിതം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പല ആൾക്കാരുടെയും ഈ ഡെവലപ്മെന്റ്സ് എന്നുള്ളത് അവരുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നാലുക്കുപ്പം നല്ലതുപോലെ ജീവിക്കാനും മറ്റുള്ളവരുടെ അടുത്തുള്ള മത്സരത്തിന്റെയും പേരിൽ ബാങ്കിനോടും കയറി ഇറങ്ങി വായ്പകൾ വാങ്ങിച്ചു കൂട്ടിയിട്ട് നമ്മൾ നിരത്തി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ, അതാണ് നമ്മുടെ വീടുകൾ, വാഹനങ്ങൾ, മൊബൈൽ ഫോണുകൾ എല്ലാം സർവത്ര ബാങ്ക് ലോണിന്റെ വായ്പകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളിലേക്ക് സ്വയം വലിച്ചെറിയപ്പെടുകയും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ അവസാനം ഗത്യന്തരമില്ലാതെ നാട് വിട്ടുപോവുകയോ ആത്മഹത്യ ചെയ്യുകയും കുടുംബത്തിനോടും കൂട്ടുകൂടി ചെയ്തിട്ട് എല്ലാം അവസാനിപ്പിക്കാമെന്ന് കണക്കാക്കുകയും ഒരു അവസ്ഥയിൽ ഒരു മുസ്ലിം പൗരനെ കൊണ്ടെത്തിച്ചത് അടങ്ങാത്ത ദുനിയാവിലുള്ള മോഹമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞൊരു വർഷക്കാലം കേരളത്തിൽ നടന്നിട്ടുള്ള ഒട്ടനവധി മുസ്ലിം ആത്മഹത്യകൾ, ഒട്ടനവധി മുസ്ലിം പക്ഷത്തിൽ നിന്നുള്ള കൊലപാതകങ്ങൾ, ഒളിച്ചോട്ടങ്ങൾ, ചതിയുടെയും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും പിന്നാമ്പുറ കഥകൾ പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ ഈ മോഹമുണ്ടല്ലോ, ധനത്തിനുള്ള മോഹം, അതാണ് കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയും. അൽ ഖനാഅത്തു മിഫ്താഹുർ റഹത്ത് പറഞ്ഞുപോയൊരു മഹത്വദിനം എങ്ങനെയാണ്? അൽ ഖനാഅത്തു മിഫ്താഹുർ റഹത്ത് സന്തോഷവും സമാധാനത്തിന്റെയും താക്കോലെന്നത് സംതൃപ്തമായ ഒരു ഹൃദയമാണ് എന്ന് നമുക്ക് തൃപ്തിപ്പെടാൻ
കാണാൻ കഴിയണം. ലൈസൽ ഗിന അൻ കസറത്തിൽ ഗർമ വലകിൻ ഗിന നഫ്സ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഭവങ്ങൾ ധാരാളം ഉണ്ടാവുക, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാവുക, ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാവുക, ഒരുപാട് സാമ്രാജ്യങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാവുക, എന്നതല്ല സമ്പന്നത. നിങ്ങൾക്ക് എന്താണ് ഉള്ളത്? ആ ഉള്ളതിൽ കുറ്റപ്പെട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതിന്റെ ധന്യതയാണ് സമ്പന്നത എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലെങ്കിൽ മനുഷ്യൻ അപകടത്തിൽ ചെന്ന് ചാടും. ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അത്യാർത്ഥി കൊണ്ട് ദുനിയാവിന്റെ പേര് ആരോട് മത്സരിക്കുന്നത്? ആരെ കാണിക്കാനാണ് മത്സരം? ഈ മത്സരങ്ങൾ അവസാനം ഈ പെരുന്നാൾ ദിനത്തിൽ പോലും നമുക്ക് വെളുക്കിച്ചിരിക്കാൻ കഴിയുന്നില്ല. നെഞ്ചകം മുഴുവൻ കൊടുക്കാനുള്ള കടബാധ്യതകൾ, ആർക്ക് എങ്ങനെ പണം കൊടുക്കും, വായ്പ എടുത്താൽ വന്ന് നിൽക്കുന്നുണ്ട്, പട്ടിപ്പലിശക്കാരൻ വീട്ടിൽ വന്ന് കയറി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബാങ്കുകാരൻ ജപ്തി ചെയ്യാൻ ഭീഷണി മുഴക്കുന്നുണ്ട്, ബാങ്കിന്റെ ഉദ്യോഗസ്ഥൻ തന്റെ വീട്ടിന്റെ അടുക്കള വരെ കയറി വരുന്ന സാഹചര്യം നിരന്തരമായി കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുക? ഇത് നമ്മൾ ക്ഷണിച്ചു വരുത്തിയതല്ലേ? ഈ കാടിയാണെങ്കിലും മൂടി കുടിച്ചിട്ട് സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം കഴിയേണ്ട മനുഷ്യൻ എന്തിനാണ് ഈ ആഡംബരം ആഗ്രഹിക്കുന്നത്? ആരെ കാണിക്കാനാണ് ബഹളം ഉണ്ടാക്കുന്നത്? വലിയ അപകടമാണ്. മനുഷ്യൻ തലമറന്ന് വയ്ക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമുകൾക്ക് ഇത് പറഞ്ഞിട്ടില്ല. ജീവിതത്തിന്റെ ഏറ്റവും ലളിതമായ പാഠങ്ങൾ നമ്മൾ പഠിപ്പിച്ചു പോയ റസൂൽ, കിസ്രയുടെയും കൈസറിന്റെയും അടിമമാർ, ചക്രവർത്തിമാർ സപ്രപഞ്ച കട്ടിൽ വിരിച്ച് അതിൽ പട്ടിണപ്പയിട്ടിട്ട് തോഴിമാർക്കും ജോമനം വീശുമ്പോൾ സുഖമായി ഇറങ്ങുമ്പോൾ ആ കാഴ്ച കണ്ടിരുന്ന ലോകത്തിന്റെ മുമ്പിലേക്ക് പനയോലപ്പായിൽ ആ മനോഹരമായി കിടന്നിറങ്ങിയിട്ട് മുഖത്തിൽ പാടുണ്ടായിട്ടും സങ്കടങ്ങളും പരിഭവമില്ലാതെ റസൂലുള്ളാഹി ഉറക്കമായി നിൽക്കുമ്പോൾ അത് കണ്ണിൽ ഉമ്മർ കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലേ, ഇസ്രായേലിന്റെയും കൈസറിന്റെയും സാമ്രാജ്യങ്ങളും അവരനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങളും ആലോചിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് അങ്ങ് പനയോലപ്പാലയിൽ കിടന്നു കാണുമ്പോൾ ഉമറിന്റെ നെഞ്ചി പടക്കുന്നുണ്ടെന്ന്. എനിക്ക് സങ്കടമില്ല എന്ന് പറയുന്നു. എനിക്കെങ്ങനെ സങ്കടം? ഈ ദുനിയാവിൽ മിസ്കീനായി ജീവിച്ച് ഒരു മിസ്കീനായി മരിക്കുന്നതിൽ മുഹമ്മദിന് സങ്കടമില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ലാളിത്യത്തിന്റെ പാഠങ്ങൾ പഠിച്ചവരാണ് നമ്മൾ. എന്നിട്ട് എന്തുകൊണ്ട് ഈ ദുനിയാവിന്റെ വിമോഹം അവസാനിപ്പിക്കണം? അടങ്ങാത്തതാവും. അധ്വാനിക്കേണ്ട എന്നല്ല, സമ്പാദിക്കേണ്ട എന്നല്ല, ഒരു മനുഷ്യനെ കൊണ്ടാവുന്ന വിധത്തിൽ സമ്പാദിക്കാം, വിനിയോഗിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ആഡംബര ജീവിതം, അല്പദ്രം കാണിക്കുന്ന ചില സാധാരണക്കാരന്റെ ജീവിതത്തെ മാതൃകയാക്കാനുള്ള ശ്രമങ്ങൾ അതൊന്നും വേണ്ട. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർക്കും കൊക്കിൽ ഒതുങ്ങുന്നവർ കുത്താവൂ, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതായി നമ്മൾ ചേർക്കാൻ നിൽക്കാവൂ. അല്ലാതെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, നാലുക്കൊപ്പം ദുരഭിമാനത്തിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ വാടിക്കൂട്ടുമ്പോൾ അത് വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കും. ഒന്നാമത് മനസ്സിലാക്കുക. രണ്ടാമത്, ജീവിതം തന്നെ ലഹരിയാക്കിയ ഈ സമൂഹത്തെക്കാൾ അപകടകാരിയായി മാറുന്നത് ലഹരി ജീവിതമാക്കിയവരാണ്. ഈ ഒന്നാമത് ഞാൻ പറഞ്ഞു, നമ്മൾ എന്നത് കുടുംബം, മധ്യവയസ്കരും കാരണവന്മാരുടെയും ജീവിതശൈലിയാണ് ഈ ആഡംബരപ്രിയം. അത് ജീവിതം തന്നെ ലഹരിയാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. മറ്റൊരു ഭാഗത്ത് ലഹരി ജീവിതമാക്കിയിട്ടുള്ളവർ. ഈ നമ്മളുടെ പെരുന്നാൾ നിസ്കാരത്തിനായിരിക്കും ഒരു പക്ഷേ ചെറുപ്പക്കാർ ഈ ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടി അല്പമെങ്കിലും ഇരിക്കുക. ഈ നമ്മുടെ കൗമാര യൗവനം എങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത്? ലഹരിയില്ലാത്ത ഒരു ജീവിതമില്ല അവർക്ക്. ജീവിതം തന്നെ ലഹരി, ജീവിതം തന്നെ ലഹരി, ലഹരി വന്ന ജീവിതം എന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാത്തരം ലഹരി ഉൽപ്പന്നങ്ങളും വ്യാപകമായി ഉപയോഗിച്ചിട്ട് സമൂഹത്തിൽ ഇത്രയും വലിയ ഗതികെട്ട അവസ്ഥയിൽ, മൃഗങ്ങളെപ്പോലും മോഹിപ്പിക്കുന്ന അവസ്ഥയിൽ 21ാം നൂറ്റാണ്ടിൽ യുവതലമുറ മാറുമ്പോൾ അതിൽ മുഖ്യ പങ്ക് മുസ്ലിം കുട്ടികൾക്കുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമുള്ള കാര്യമാണ്. ഈ എത്ര കണിശമായ നിലയിലാണ് ഇസ്ലാം വളരെ പ്രായോഗികമായി, രചനാത്മകമായി ഈ മദ്യ ലഹരി മരുന്നിനെയും സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ആ ലഹരിയോടുള്ള ഉപയോഗവും അതിനുള്ള താല്പര്യവും മുളകിനെയും മുന്നേറ്റ് മനോഹരമായ ഒരു ജീവിത സംസ്കാരം പഠിപ്പിച്ചെടുക്കാൻ ഈ ഇസ്ലാം വലിയ പാടുപെട്ടിട്ടുണ്ട്. ഈ വേദഗ്രന്ഥത്തിന് സംഭാവന വളരെ വലുതാണ്. എന്നീ ഖുർആൻ കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ വേണ്ടിയിട്ട് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പ്രവാചക സ്നേഹം പറഞ്ഞ് തെരുവിലിറങ്ങുവാൻ പോലും ലഹരിക്ക് അടിമയായിക്കൊണ്ടാണ് ഇറങ്ങുന്നത്. സങ്കടകരമല്ലേ? എത്രത്തോളം അധപ്പതിച്ചിട്ടുള്ള മനുഷ്യൻ മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ തരം താഴ്ന്ന ജീവിതത്തിലേക്ക് യുവാക്കൾ മാറിയില്ലേ? വാർത്തകൾ ഒന്നും പറയും ഒന്നായി ബന്ധമുള്ള വായിച്ചിട്ടും എന്തുകൊണ്ട് സ്വന്തം മാതാവിനെ ബലാത്കാരം ചെയ്യാൻ മാത്രം ഒരു മനുഷ്യനെ മൃഗമാക്കുന്ന ലഹരി, സ്വന്തം മാതാവിനെ കഴുത്ത് വീഴ്ചകൊള്ളാൻ മടുപ്പിക്കാത്ത ലഹരി, സ്വന്തം മാതാവെ 9 മാസം ഗർഭം ചുമന്ന മാതാവിന്റെ ഉദരത്തിൽ ആ പെണ്ണയിലേക്ക് കപ്പകുത്തിക്കെത്താൻ മടുപ്പിക്കാത്ത ലഹരി, സ്വന്തം പിതാവിനെ മർദ്ദിക്കാൻ മടിയില്ലാത്ത ഒരു ലഹരി, കൂട്ടപ്പുറപ്പിനെയും കൂട്ടുകാരനെയും കൊലപാതകം ചെയ്യാൻ മടുപ്പിക്കാത്ത ലഹരി, കൂട്ടപ്പുറപ്പിനെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ മടുപ്പിക്കാത്ത ലഹരി, ഇത്രയും ആഭാസകരമായ ഒരു മനുഷ്യനെ തലണ്ടാട്ടുന്ന, മൃഗങ്ങൾ പോലും ലജ്ജിച്ച് തലതാട്ടുന്ന ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ നശിപ്പിക്കുന്ന ലഹരി എന്തുകൊണ്ട് വേണ്ട എന്ന് പറയാൻ മനുഷ്യന്റെ ഈ കാലഘട്ടത്തിൽ യുവാക്കളുടെ ഇച്ഛാശക്തി കഴിയുന്നില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ എവിടെ മറന്നുപോയി നിങ്ങൾ? ലഹരിയോട് ഇല്ല, നോ പറയാൻ ഒരു ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ലഹരി ഞാൻ തൊടില്ല എന്ന് പ്രതിജ്ഞാബദ്ധമായ
കൊണ്ടുപോകാൻ സമൂഹത്തിന് കഴിയണ്ടേ? ജീവിതത്തിന്റെ ഏത് കോണിലും, ഏത് കുറ്റകൃത്യങ്ങളുടെ നടുവിലും, ഏത് പാഠശാലയിലും, ഏതൊക്കെ യുക്തിവാദികൾ കടന്നു വന്നാലും ഈ ടെക്സ്റ്റുകളുടെ നടുവിലും മതം, അള്ളാഹുവിനുള്ള വിശ്വാസം, അത് പാലിക്കാൻ കഴിയേണ്ട മക്കൾക്ക്. ഈ അള്ളാഹുവിനെ തഖ്വ ചെയ്യാൻ മനുഷ്യരെവിടെ കട്ടുമുണ്ടത്? ഏത് പ്രായത്തിലെ തഖ്വ ചെയ്യുന്നത്? 60 പിന്നിട്ടിട്ടോ? ജീവിതത്തിന്റെ ഏത് മേഖലയിലും കൂട്ടുകാർ മുഴുവനും മധ്യസ്ഥത നടത്തുന്നുണ്ടെങ്കിൽ ആ കൂട്ടമിക്ക് വേണ്ട എന്ന് പറയാൻ, ലഹരി പാർട്ടിക്കാർക്ക് വേണ്ട എന്ന് പറയാൻ, ലഹരി തൊട്ടുപോയി നോക്കില്ല എന്ന് പറയാൻ നമുക്ക് യുവാക്കൾക്ക് കഴിയണ്ടേ? ഇത്രയും മ്ലേച്ഛമായി മനുഷ്യമനം പതിക്കുമ്പോ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിപത്ത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി, ആ ലഹരിയുടെയും അടിമകളായി ചെറിയ കുട്ടികൾ പോലും തുടങ്ങുന്ന അക്രമങ്ങൾ എത്ര ക്രൂരമായി. 5ഉം 6ഉം കുടുംബക്കാരും മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിയെറിയുമ്പോൾ പോലും ഒരു മനുഷ്യന് കുടുക്കമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ ലഹരിയല്ലേ കാരണം? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇത്രയും അപകടകരമായ ലഹരി എനിക്ക് വേണ്ട എന്ന് പറയാൻ എത്ര വയസ്സിന്റെ മെച്ചൂരിറ്റി വേണം? 13-14 വർഷമുള്ളവർ സ്വയം തീരുമാനിക്കാവുന്ന കാര്യമല്ലേ ഇത്? എന്റെ ജീവിതത്തിൽ ഞാൻ തുടങ്ങിയ എന്റെ കൂട്ടുകാർക്കിടയിൽ ഞാൻ കാണാൻ പാടില്ല. ലഹരി വിളമ്പുന്ന പാർട്ടിയിൽ പോലും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. ലഹരി വിളമ്പുന്ന സംഘടനകൾക്കൊപ്പം സഞ്ചരിക്കാൻ പാടില്ല. അത് തിന്മയാണ്. അതുകൊണ്ടൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കുമാരന്മാരും കുമാരിമാരും വരെ തിരഞ്ഞെടുത്ത എളുപ്പവഴി ലഹരി കച്ചവടം. അല്ലാഹുവിന്റെ റസൂൽ ലഹരിയെ പരിപൂർണമായി നിഷിദ്ധമാക്കിയിട്ടുള്ള ഉപയോഗവും അതിന്റെ വിലയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹരിയെയും ലഹരിയുടെ വ്യാപാരങ്ങളെയും നിഷിദ്ധമാക്കുന്നുണ്ട്. അതുകൊണ്ട് 10 പൈസ ഉണ്ടാക്കാമെന്ന്, അത് എളുപ്പമുള്ള ഒരു വഴിയാണെന്ന് ചെറുപ്പക്കാർ കണക്കാക്കി വെച്ചിരിക്കുക. ലഹരിക്കടത്തിന് കൂട്ടിരുന്നാല് ഈ കഞ്ചാവിന്റെ പൊതി കൊണ്ട് കൊടുത്താല് ഇന്ന് നമ്മളെ അതിന് ഉപയോഗിക്കുക എന്നത് പോലും ഒരു പ്രീ പ്ലാൻ പദ്ധതിയുടെ ഭാഗമാണ്. നാർക്കോട്ടിക് ജിഹാദിന്റെ വാക്കിവിടെ പറയപ്പെട്ടു. എന്തിനാണ് പറയപ്പെട്ടത്? കാരണം അവർക്കിത് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. ആദ്യം അവർ പറഞ്ഞു, കാരണം അവർ ലഹരിയുടെ കടത്തുകാരാണ്. ഇവർ കോർപ്പറേറ്റുകളും കുത്തകകളും നിയന്ത്രിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ഇവർ കുത്തക മുതലാളിമാരെ സംബന്ധിച്ച മാർക്കറ്റ് ഒരു കമ്പോളം മാത്രമാണ്. ഇവിടെ എന്തും വിറ്റഴിക്കും, എന്തും ലാഭം കിട്ടുമോ എന്തും വിറ്റഴിക്കും. മയക്കുമരുന്ന് സ്കൂൾ കുട്ടികൾക്ക് കൊടുത്താലും പണമാണെന്നും ഈ കരിഞ്ചന്തയിൽ മനുഷ്യന്റെ അവയവങ്ങൾ പോലും വിറ്റിട്ട് പണം ഉണ്ടാക്കുന്നവർ ഒരു മനുഷ്യൻ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഇറങ്ങി ചെന്നാൽ ഹോസ്പിറ്റലിൽ പോലും കത്തിവെച്ചിട്ട് കച്ചവടക്കന്മാർ നോക്കി കാണുന്ന ഈ ലോകത്ത് മദ്യവും മയക്കുമരുന്നും വിൽക്കാൻ അവർക്ക് എല്ലാ വഴികളും പ്രയോഗിക്കും. ചെറിയ അംഗൻവാടിയിലെ കുട്ടികൾക്ക് പോലും ചോക്ലേറ്റിന് രൂപത്തിൽ അതെത്തിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്ന കോർപ്പറേറ്റുകൾ അതിന്റെ കേരളമാരായിട്ട് 10 പൈസയുടെ 20 പൈസയുടെ ന്റെ ലാഭത്തിന് വേണ്ടി മുസ്ലിം പയ്യന്മാരെ തെരഞ്ഞെടുപ്പിടിച്ച് പണക്കൊതിയന്മാരായ അതാണല്ലോ പാരമ്പര്യം. വാപ്പയുടെ അതേ പാരമ്പര്യം, മുപ്പാപ്പയുടെ അതേ പാരമ്പര്യം. പണക്കൊതി വിട്ടു നിൽക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ എത്രയും എളുപ്പം ലഹരിയിൽ കൊണ്ടുവരാൻ കഴിയുന്ന സംഗതിയാണ്. കൊടുക്കല വിൽക്കല എന്നൊക്കെ പൈസ മൊബൈൽ ഫോൺ വേണ്ടി ആപ്പിൾ ആക്കണ്ടേ, ഐഫോൺ ആക്കണ്ടേ? ഐഫോൺ മേടിക്കാനും ബൈക്ക് മേടിക്കാനും ജീവിതത്തിൽ ആഡംബരങ്ങൾ വാരിപ്പോകാനും മുസ്ലിം പയ്യന്മാർക്ക് ലഹരി കച്ചവടത്തിലേക്ക് വലിച്ചിടാൻ എളുപ്പമാണ്. അങ്ങനെ നമുക്കിടയിൽ പെട്ടുപോയിട്ടുണ്ട്. നമുക്കെതിരെ ആരോപണമായി കടന്നു വരുന്നുണ്ട്. ഇത് നമ്മൾ മാത്രം ചെയ്യുന്ന കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ജാതിയും മതവും ഇല്ലാതെ മനുഷ്യരെമ്പാടും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ഉപദേശിക്കാനുള്ളത് മുസ്ലിങ്ങളെയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ഇത് രണ്ടാമത് പ്രധാനമായി മനസ്സിലാക്കുക, ലഹരിയോടുള്ള പ്രതിജ്ഞാബദ്ധമായിരിക്കണം. അതായത് ഒരു കാരണവശാലും ഉപയോഗിക്കില്ല എന്നും അതിന് കച്ചവടത്തിനെയോ അതുമായിട്ടുള്ള സഹകരണങ്ങളോ ഒരു വിധത്തിലും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഓരോ വിശ്വാസികളും ചെറിയ പ്രായം മുതൽ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. മൂന്നാമത് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് ചുറ്റുമുള്ള ഒരു സമൂഹമുണ്ട്. പ്രധാനമായി ലോകത്ത് പീഡിതരായി കടന്നു നിൽക്കുന്ന മുസ്ലിം സമൂഹത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രതീകമാണ് ഫലസ്തീനിലെ മക്കൾ എന്നുള്ളത്. നമ്മൾ ഇന്ന് സൗകര്യമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ പെരുന്നാളിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോഴും നിർഭയത്വമില്ലാതെ അരക്ഷിതാവസ്ഥയിൽ പെരുന്നാൾ ആഘോഷിക്കേണ്ടി വരുന്ന അവരെ പ്രിയപ്പെട്ടവർ ഒട്ടനവധി ഒരു കഴിഞ്ഞ വർഷക്കാലത്തിനിടയിൽ തന്നെ എത്ര പേരാണ്, എത്ര മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്, എത്ര വേണ്ടി വിധവകളുണ്ട്, ഭാര്യ നഷ്ടപ്പെട്ടവരുണ്ട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ നൂറുകണക്കിന് ബന്ധുജനങ്ങളെ ഖബറടക്കിയിട്ട് ഈ പെരുന്നാളിൽ ബോംബ് വീഴുമെന്ന് ഭയന്നുകൊണ്ട് നിസ്കാരപ്പായിൽ നിൽക്കേണ്ടി വരുന്ന പലസ്തീൻ മക്കൾ മറന്നുപോകാൻ പാടില്ല. നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ സുഖലോലുപത കാരണം, നമ്മുടെ സന്തോഷങ്ങൾ കാരണം അയൽവക്കത്തുള്ളവന്റെയും ആദർശ സഹോദരങ്ങളുടെയും സങ്കടം കണ്ടില്ല എന്ന് നടിക്കുന്നത് നമ്മുടെ മനുഷ്യത്വത്തിനായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മാനം മനുഷ്യത്വമുള്ളവന് ഒരു കാരണവശാലും പലസ്തീൻ മക്കൾ അടങ്ങുന്ന ലോകത്ത് പീഡിത സമൂഹത്തിന് സങ്കടങ്ങൾ കാണാതിരിക്കാൻ കഴിയില്ല. അവർക്ക് വേണ്ടി കൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി കൂടി കണ്ണുനീക്കാനും വിശ്വാസിക്ക് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാവുക. മുസ്ലിം
കുല്ലുഹും കമസലിൽ ജസദ്, ഒരൊറ്റ ഉടൽ പോലെയാണ് വിശ്വാസികൾ. ഒരൊറ്റ ഉടൽ പോലെ ഒരു ഭാഗത്തിന് കേട് വന്നാൽ മറുഭാഗം ഐക്യകണ്ട് അതിനോടൊപ്പം ഐക്യരാഷ്ട്രം പ്രകടിപ്പിക്കുന്നത് പോലെയാണ് ഓരോ വിശ്വാസിയുടെയും സങ്കടം. നമ്മുടെ കൂടി സങ്കടം കണക്കാക്കാൻ വിശ്വാസിക്കാകണം. പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചൊരു ഭാഗത്ത് പോകുമ്പോഴും ഇവിടെ വളരെ പ്രീപ്ലാൻഡായിട്ട് തന്നെ വളരെ ആസൂത്രിതമായി തന്നെ ഇസ്ലാമിനെയും വിശ്വാസികളെയും തകർക്കാൻ വേണ്ടി നടക്കുന്ന ഇസ്ലാമോഫോബിയ സമൂഹത്തിൽ പടർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രൊപ്പഗണ്ടകൾ ഇവിടെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊപ്പഗണ്ട സിനിമകൾ ഇറങ്ങുന്നു, നോവലുകൾ ഇറങ്ങുന്നു, ഡോക്യുമെന്ററികൾ ഇറങ്ങുന്നു. ഇസ്ലാമിനെയും മുസ്ലിമുകളെയും കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി ഫണ്ടിങ് ചെയ്തിട്ട് ഇസ്ലാം മോശമാക്കാൻ, ഇസ്ലാമിക ചരിത്രങ്ങളെ, ഇന്ത്യൻ മുസൽമാന്റെ ചരിത്രങ്ങളെ പോലും മോശമാക്കുന്ന വിധത്തിലുള്ള പ്രൊപ്പഗണ്ട സിനിമകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിന് പിറകെ ഒന്നായി ഭരണകൂടങ്ങളുടെ താശികൾ, പ്രത്യേകമായി GST ഇടപെടൽ, കേരള സ്റ്റോറി ഇവിടെ നമ്മൾ കേരളത്തിൽ ഇറക്കിപ്പെട്ട സിനിമയാണ്. മുസ്ലിം ഭീകരവാദമാണ്, മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് ഒരു സമൂഹത്തിന്റെ ഹൃദയത്തിൽ വിഷം കുത്തിവെക്കാൻ വേണ്ടിയിട്ട് കാശ്മീർ ഫയൽ, അതുപോലെ ജാവ, അങ്ങനെ ഒട്ടനവധി സിനിമകൾ ഇറക്കിയിട്ട് ഒരു സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് മുസ്ലിം വിരോധം, അപകട വിദ്വേഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാഗ്പൂരിലെ കലാപത്തിന് കാരണം ഒരൊറ്റ സിനിമ കാരണം നാഗ്പൂരിൽ എത്ര മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്, എത്ര മുസ്ലിങ്ങളുടെ ഭരണമാണ് ഭരണം ചെയ്യപ്പെട്ടത്, എത്ര മുസ്ലിങ്ങളാണ് ചെറുത്തുനിൽപ്പിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. ഒരൊറ്റ സിനിമ ഉണ്ടാക്കിയ പ്രത്യാഘാതമാണ്. അങ്ങനെ പ്രൊപ്പഗണ്ടകൾ മുസ്ലിം സമൂഹത്തെ എങ്ങനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി, വംശീയമായി ഉമ്മത്തിനെ തകർക്കുന്നതിന് വേണ്ടി നടക്കുന്ന പ്രൊപ്പഗണ്ട സിനിമകൾ നമുക്കെതിരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതിനെ ചെറുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം, സത്യത്തിൽ പുറത്തു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയണം. അവർ വാഹനം ദൂരിക്കെടുത്താൻ ശ്രമിക്കുന്നത് ഈ സത്യത്തിന് ദീപിക്കുകയാണ്, ഈ മതത്തെയാണ്. അത് സാധ്യമല്ല എന്നുള്ളത് വസ്തുതയായിരിക്കുമ്പോഴും നമ്മുടെ സത്യം ഈ മതത്തിന്റെ പ്രവചനത്തിന്റെ ഭാഗമായി ഇസ്ലാമിന്റെ സത്യസന്ധതയും അതിന്റെ ഏറ്റവും വലിയ ഐശ്വര്യവും അതിന്റെ സമാധാനാന്തരീക്ഷവും ലോകത്തിന്റെ മുമ്പിൽ വ്യാപത്ത് ചെയ്യേണ്ടത്, പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കർത്തവ്യമാണ്. അതും പ്രധാനപ്പെട്ട ഒരു ഉണർത്തലാണ്. കഴിഞ്ഞൊരു വർഷം നമ്മൾ കടന്നുപോയ സംഗതിയാണ്. പിന്നെ പ്രധാനമായും പിന്നെ സൂചിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഇരിക്കുന്നത് പെരുന്നാളിനാണ്. പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനം എന്നുള്ളത് വിശ്വാസികളെ ഈ കൂട്ടവും ഈ കൂടിക്കാഴ്ചകളും ഈ ഒരു സമ്മേളനങ്ങൾക്കും അള്ളാഹുവിന്റെ പ്രത്യേക സ്നേഹവും പരിഗണനയുള്ള സംഗതിയാണ്. ഇങ്ങനെയുള്ള ഒത്തുകൂടലുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ വേദികൾ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ അവർ സ്വീകരിക്കും. ഈ റമദാൻ കഴിഞ്ഞു, ഇനി പ്രാർത്ഥനകൾക്ക് പ്രസക്തിയില്ല എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നത്. ഇത് ആഘോഷത്തിന്റെ ദിവസമാണ്, സത്യമാണ്, ഇത് ആഘോഷത്തിന്റെ ദിവസമാണ്. പക്ഷേ തുടങ്ങുമ്പോൾ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ആൾക്കൂട്ടമായിട്ടും ഒത്തുകൂടുമ്പോൾ ഈ ഒത്തുകൂടുന്ന വേദികളിൽ അള്ളാഹുവിന്റെ കരുണയുണ്ട്, അള്ളാഹുവിന്റെ പരിഗണനയുണ്ട്. ഇവിടെ നിലനിന്ന ഓരോ പ്രാർത്ഥനകൾക്ക് സ്വീകാര്യതയുണ്ട്. പടച്ചവനോട് ഏറ്റവും നന്നായി വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട സ്ഥലം കൂടിയാണ് ഈദ് മുസല്ലകൾ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക ഒന്നാമത്. രണ്ടാമത്, ഏറ്റവും നല്ല ദാനങ്ങൾ നടക്കേണ്ട സ്ഥലം കൂടിയാണ് ഈദ് മുസല്ലകൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് പ്രത്യേകമായി വസീയത്ത് ചെയ്യുന്നുണ്ട്. സ്ത്രീകളിൽ ദാനം ചെയ്യ്, ദാനത്തെ പോലെ നിങ്ങൾ രക്ഷിക്കാൻ പോകുന്ന ഒരു കർമ്മയായും നരകത്തിൽ അധികമായി സ്ത്രീകളെ കണ്ടുവെന്ന് റസൂൽ പറഞ്ഞിട്ട് പറയുന്നത്. അതുകൊണ്ട് അധികമായി ദാനം ചെയ്യ്, ദാനത്തെ പോലെ നിങ്ങൾ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സൽക്കർമ്മയായും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈദ് മുസല്ലകൾ വരുന്ന വിശ്വാസി ഏറ്റവും നല്ല നിലയിൽ ദാനം ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ നല്ല നിലയിൽ ദാനവും നമ്മുടെ ഈ ദുആകളുമാണ് നമ്മൾ കഴിഞ്ഞ പിന്നിട്ട് പോയ റമദാൻ മാസത്തിന്റെ സ്വീകരണത്തിന്റെ പിൻബലം എന്നുള്ളത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. മക്കയുടെ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ട് മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും റബ്ബിന്റെ മുമ്പിലേക്ക് വെക്കും, അല്ലാഹുവേ ഇത് സ്വീകരിക്കണേ എന്ന്. കഅബാലയത്തിന്റെ പണി അല്ലാഹുവിനെ പൂർത്തിയാക്കുന്നു, ഈ അമലിനെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയും. അല്ലാഹുവേ റമദാൻ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാനും ഒപ്പം ദാനങ്ങൾ കൊണ്ട് ഈ ഈദ് മുസല്ലയെ അലങ്കരിച്ചുകൊണ്ട് ഈ ദാനങ്ങളെ പിൻബലമാക്കണേ എന്നും പറയാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലെ വിശ്വാസികളായി നമ്മൾ സ്വീകരിക്കട്ടെ. നിർത്തുകയാണ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ഈദ് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി